ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ്. ആ റോഡ് പണി ഒരു 4-5 വർഷമായിട്ട് നടക്കുന്ന ഒരു റോഡായത്. ഇവിടെ കുറേ ഫ്ലൈ ഓവേഴ്സും അതുപോലെ തന്നെ പാലങ്ങൾ ഡബിളാക്കുന്ന പണി, പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഈ റോഡ് ഒരു സ്വല്പം 1 മീറ്റർ ഹൈറ്റിലോട്ട് എടുക്കുന്ന വർക്ക്. അങ്ങനെ ഒരു 4-5 വർഷമായിട്ട് ഇവിടുത്തെ പ്രദേശവാസികൾ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. വല്ലപ്പോഴും വന്നു പോകുന്നവർക്കോ ഇതുവഴി സഞ്ചരിക്കുന്നവർക്കോ ഒരിക്കലും മനസ്സിലാകാത്ത അത്രയും ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ഇതുപോലുള്ള വീട്ടുകാരൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കിവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പിടികിട്ടും. ഇപ്പം തന്നെ ആ വീട് കണ്ടു, റോഡിനെക്കാട്ടിലും 1 മീറ്റർ താഴോട്ട് ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്താൽ അവരുടെ വീട്ടിൽ 1-2 മഴയ്ക്കകത്ത് തന്നെ വെള്ളം കയറും. ആ ഒരു പരുവമാണ് ഇവിടെയുള്ള സകല വീടുകളും. റോഡ് വികസനം ചെയ്യുന്ന സമയത്ത് പ്രദേശവാസികൾ ദുരിതത്തിലാക്കിയുള്ള റോഡ് വികസനം എന്ന് പറയുന്നതാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. ഇപ്പോൾ പുറകോട്ട് നോക്കിയാലും അപ്പുറേ കാണുന്ന വീടുകളൊക്കെ കുഴിയിലാണ്. ഏതാണ്ട് 1 മീറ്റർ താഴെയിലാണ് ഇപ്പോൾ അത് ഇരിക്കുന്നത്. 1 മീറ്റർ 1.5 മീറ്റർ വേണേൽ പറയാം. അപ്പം റോഡിൽ വെള്ളം കയറാൻ പാടില്ല എന്നുള്ള ഏതോ ഗതാഗത മന്ത്രിയുടെയും അല്ലെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെയൊക്കെ മാനസികാവസ്ഥയിലാണ് ഇങ്ങനെയുള്ള റോഡായി മാറിയത്. ഇത് റോഡ് ഇച്ചിരി പൊങ്ങി, ഫ്ലൈ ഓവേഴ്സ് എല്ലാം വന്നു. ഇതുവഴി പോകുന്നവർക്ക് ബെറ്റർ ആയിരിക്കും കുറേയും കൂടെ. പക്ഷേ ഇവിടെ 24/7 വർഷങ്ങളായിട്ട് 50 വർഷമായിട്ട് കഴിയുന്ന ആ ഒരു ജനവിഭാഗത്തിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ദുരിതമായി മാറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് അങ്ങനെ സത്യമാണത്. ഞാൻ ഇതുവഴി എപ്പോഴും പാസ് ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് ഇവിടെയുള്ളവരുടെ ആ ഒരു പ്രശ്നം ശരിക്കും അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ വണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നേരെ പോകുന്നത് പള്ളാത്തുരുത്തി, പിന്നെ അങ്ങനെ പോയി ആലപ്പുഴയിലോട്ടുള്ള റൂട്ടാണിത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഒരു 24 കിലോമീറ്റർ ഒരു നാഷണൽ ഹൈവേ പോലെ, എന്നാൽ നാഷണൽ ഹൈവേ അല്ല, അതുപോലെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു പാതയാണ്. കേരളത്തിലെ ഒരു ഡ്രൈവ് ചെയ്ത് പോകാൻ രസമുള്ള പാതകളിലൊന്നാണ് ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് അങ്ങോട്ട് ഇച്ചിരി വീതി കൂടിയപ്പോൾ തന്നെ ഇതുവഴിയുള്ള ട്രാഫിക്കും ഭയങ്കരമായിട്ട് കൂടി. ആൾക്കാർ എളുപ്പം എന്നുള്ള രീതിയിൽ കൊച്ചിയിലോട്ടും ട്രിവാൻഡ്രത്തോട്ടുമൊക്കെ ഹൈവേ പിടിക്കാൻ ഈ റോഡ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കും കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഒരു 20 മീറ്ററോളം നമ്മളിവിടെ കിടക്കുന്നുണ്ട് ഈ ഒരു ക്യൂവിൽ. ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. അതിപ്പം റോഡ് പണി ആയതുകൊണ്ടാണ്. റോഡ് പണി കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലൈ ഓവറിൽ കൂടെ അങ്ങ് സ്മൂത്തായിട്ട് അങ്ങ് പോകാം. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വേണേൽ ഒരു 15 കിലോമീറ്റർ താണ്ടാം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം പള്ളാത്തുരുത്തി, അതായത് ആലപ്പുഴയ്ക്കും ചങ്ങനാശ്ശേരിക്കും ഇടയ്ക്കുള്ള ഒരു ഹൗസ് ബോട്ടിൻ്റെ ഒരു പ്ലേസാണ്. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പള്ളാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ഈ ലൊക്കേഷൻ. ഇവിടെ ഹൗസ് ബോട്ടുകൾ, ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ ഇവിടെ നിന്ന് ക്രൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ഒരു ഹൗസ് ബോട്ടിൽ പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ സ്കൂൾ ജീവിതത്തിൽ പഠിച്ച കുറേ കൂട്ടുകാരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് ഇപ്പം വന്നത്. അത് യാദൃച്ഛികമായിട്ട് ഈ സമയത്ത് നാട്ടിൽ എനിക്ക് വരാൻ പറ്റുകയും അവരോടൊപ്പം അവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുകയും നീണ്ട 30 വർഷം കഴിഞ്ഞിട്ട് കാണാൻ പറ്റുന്നതുമായ ഒരു സാഹചര്യം ഉണ്ടായി. അത് വളരെ സർപ്രൈസ് ആണ് എല്ലാവരും കാണുക എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി ആ ലൊക്കേഷനിൽ വന്നതാണ്. ഞാൻ താമസിക്കുന്നത് ഇവിടെ അടുത്താണ്. അതായത് ഇവിടുന്ന് ഒരു 8-10 കിലോമീറ്ററിനപ്പുറം തന്നെയാണ് ഞാൻ താമസിക്കുന്നതും.
എനിക്ക് വളരെ അടുത്താണ് ഈ സ്ഥലം. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതായത് ആൾക്കാരെല്ലാം വരുന്നു ഈ ബാക്ക് വാട്ടർ, നമ്മുടെ കുട്ടനാട് ഗ്രാമങ്ങളിൽ ഉള്ളിൽ കൂടിയും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള ഒരു അതിമനോഹരമായ ഒരു ഗ്രാമീണ പശ്ചാത്തലമൊക്കെ വെച്ചിട്ട് വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് കുട്ടനാട്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി വന്നതാണ്. ഏതാണ്ട് 500-ൽ പരം ഇതുപോലത്തെ ഹൗസ് ബോട്ടുകളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുപോലത്തെ ഓരോ പ്ലേസുകളിലും ഇപ്പം ഭയങ്കര റെസ്ട്രിക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. കാര്യം ഈ വെള്ളം സ്പോയിലാകാതിരിക്കാനൊക്കെയുള്ള കുറേ പ്രിക്കോഷൻസൊക്കെ ഇവരെടുക്കണം. എന്നാൽ മാത്രമേ ലൈസൻസൊക്കെ കിട്ടൂ. നേരത്തെ അങ്ങനത്തെ മാനദണ്ഡമൊന്നും ഇല്ലാതാണ് കുറേ നാൾ ഓടിയത്. പക്ഷേ ഇപ്പം കുറേ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ സർക്കാരിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഓരോ വർഷവും അത് പുതുക്കുകയും അതിൻ്റേതായ ഇൻസ്പെക്ഷനും ഒക്കെ ഉണ്ട്. ഇതൊരു വലിയൊരു ടൂറിസം ഇൻഡസ്ട്രിയായി വളർന്നു ആലപ്പുഴയിൽ. അതായത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ലോക്കൽ പാസഞ്ചേഴ്സും ഗസ്റ്റും അതുപോലെ തന്നെ ഫോറിനേഴ്സും ധാരാളം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഫോറിൻ ആൾക്കാരുടെ ആ ഒരു വരവ് സീസൺ കഴിഞ്ഞെന്നാണ് അവരിപ്പം ഇവിടുത്തെ ആ ഒരു ഇതിൻ്റെ ഒരു റിലേറ്റഡ് ആൾ പറഞ്ഞത്. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ അവിടുന്ന് വിടുന്ന സ്ഥലത്തു നിന്ന് ഇവരിവിടെ കൊണ്ടുവന്ന് ഈ കായലിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ട് കായലോരത്ത് കൊണ്ട് നിർത്തും. പിന്നെ ഇവിടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇവിടുന്ന് മെല്ലെ നമ്മൾ തിരികെ പോകുന്നു എന്നുള്ളതാണ് ഈ ഹൗസ് ബോട്ടിൻ്റെ യാത്രയെ പറ്റി പറഞ്ഞത്. നമ്മൾ തായ്ലൻഡിൽ പോയപ്പോഴത്തേക്കും ഈ ബോട്ടിൽ സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലെയുള്ള ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ബോട്ടിൽ ഐസ്ക്രീമൊക്കെ ആയിട്ട് ആൾക്കാർ വിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, തായ്ലൻഡിലൊക്കെ പോലെ. ഞാനിപ്പം വന്നിട്ട് മറ്റേ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലാണ്. നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ അതിൻ്റെ ആ ഒരു അഷ്ടമുടി കായൽ കൊല്ലമാണ്. അതെ, ഇതുപോലത്തെ നമുക്ക് എന്നാ സ്പീഡ് ലോഞ്ചിലൂടെ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോവാം. 300 രൂപയാണ് ഒരാൾക്ക്. അടിപൊളിയാണ് ഇതുപോലെ പോകാൻ. അടിച്ചു പൊളിച്ച് നമ്മളെ കൊണ്ടുപോയവർ ഇതുവഴിയൊക്കെ. യാത്രയാണ്, നല്ല കാറ്റും കോളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ സൂപ്പർ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നമുക്കിങ്ങനെ ഒരു നല്ല അടിപൊളി ലഞ്ചും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ആ ഒരു ദിവസം എൻജോയ് ചെയ്ത് പോകാം. ഭയങ്കര കാറ്റാണ് കേട്ടോ, പിടുത്തം കിട്ടുന്നില്ല, മാറ്റം കൂടുതലാണ്. ആ ബോട്ട് ഇങ്ങോട്ട് വന്ന് നമ്മളെ തൊടാതിരുന്നാൽ മതി. ഓടിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതായത് സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്ത മാർത്താണ്ഡം കായലാണ് ആ കാണുന്നത്. ഇന്നത്തെ രാജാവ് അതിനുവേണ്ടി, അതായത് സ്റ്റഡി ചെയ്താൽ അത് ചെയ്യാൻ സാധിക്കാത്ത ഒരു സംഭവത്തെ അന്നത്തെ രാജാവ് സാധിച്ചെടുത്തതാണ്. അതാണ് ആ മാർത്താണ്ഡം എന്ന് പറയുന്ന ആ ഒരു ഭാഗം. ശിങ്കാരി വെള്ളം ശിങ്കാരി മൊത്തം കൈനയില്ല, ഞാൻ പറഞ്ഞ കറക്റ്റാ. നമ്മള് നോക്ക് ഇവിടെ തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 and 20ഓളം ഹൗസ് ബോട്ടുകൾ ഇവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. സിംഗിൾ ഫ്ലോർ, ഡബിൾ ഫ്ലോർ, 3 ഫ്ലോറൊക്കെ ഉള്ളതുണ്ട്.
നോക്ക് 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 ഇടിച്ച് കയറ്റുന്നതാണ്. ഇടിച്ച് കയറ്റുന്നതാണ്. ഭയങ്കര ക്രൗഡാണ് ഇവിടെ. ഇത്രയും ക്രൗഡ് നമ്മൾ ആദ്യമൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ല. ഭയങ്കര ക്രൗഡ്. നോക്ക്, ഈ ബോട്ടും ആ ബോട്ടും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് മാക്സിമം 1 മീറ്ററാണ്. 2 മീറ്റർ 2 മീറ്റർ കാണും. ഇതാ ഇത് ഇങ്ങോട്ടും അടുത്ത് വരുന്നു. ഇപ്പോൾ 1 മീറ്റർ പോലും ഇല്ല. 1 മീറ്റർ ഉണ്ടല്ലേ. നോക്ക്, നമ്മൾ ഈ ഗോൾഡൻ ക്രൂസിലാണ് പോയത്. നമ്മളങ്ങനെ 5 മണിയായിട്ട് തിരികെ വന്നു. തിരികെ നമ്മൾ ഗ്രൂപ്പ് പോവുക. അങ്ങനെ ബോട്ട് യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം തിരികെ എത്തി. ഇപ്പം നമ്മൾ എവിടാണോ കയറ്റി കൊണ്ടുപോയി അതേ സ്ഥലത്ത് തന്നെ അവർ തിരികെ ഇറക്കി. ഓരോ ബോട്ടുകളും അങ്ങനെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാം തിരികെ വരുന്ന ആ സമയമാണ്. ചില ബോട്ടുകളൊക്കെ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. കറക്റ്റ് 5 മണിയാകുമ്പോഴത്തേക്കും നമ്മളവരുടെ തിരികെ എത്തിക്കും. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാവരുമായിട്ടും സംസാരിച്ച് പിരിയുകയാണ്. ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് കാർ പാർക്കിങ്ങിലോട്ട് പോകണം. നമ്മൾ പാർക്ക് ചെയ്ത വണ്ടി എടുത്ത് തിരികെ പോകുന്നു. അങ്ങനെ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ബായ്.